വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 13. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കുവാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം. അവ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി. അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രങ്ങളിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. നിങ്ങൾ ഇതെല്ലാം ഗ്രഹിക്കുന്നുവോ? യേശു ചോദിച്ചു. ഉവ്വ്, അവർ ഉത്തരം പറഞ്ഞു. യേശു തുടർന്നു, സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. യേശു ഈ ഉപമകൾ അവസാനിപ്പിച്ച ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്ത് വന്ന് അവിടെ സിനഗോഗിൽ പഠിപ്പിച്ചു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ യുഗാന്ത ദർശനത്തെ ധ്യാനിക്കാം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഏറ്റവും ലളിതമായ ഉപമ വഴി ക്രിസ്തു യുഗാന്ത്യ ദർശനം തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുകയാണ്. നാം ഓരോരുത്തരും നല്ലതോ ചീത്തയോ എന്ന് തിരിച്ചറിയപ്പെടാനും നമ്മൾ തിരഞ്ഞെടുക്കപ്പെടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതും നാം ശേഖരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലോ വലിച്ചെറിയപ്പെട്ടവരുടെ കൂട്ടത്തിലോ എണ്ണപ്പെടണം എന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. നാം ശേഖരിക്കപ്പെടണമെങ്കിൽ തീർച്ചയായും അപ്രകാരമുള്ള ഒരു ജീവിതം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നാം ദൈവം രാജ്യമാകുന്ന നിത്യത സ്വന്തമാക്കുവാൻ ഈ പുണ്യഭൂമിയിൽ നന്മയുടെയും സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും വഴിയിലൂടെ യാത്ര ചെയ്യണം. നാം വലിച്ചെറിയപ്പെടേണ്ടവരല്ല, നാം ശേഖരിക്കപ്പെടേണ്ടവരും യുഗാന്ത്യത്തിൽ ദൈവ തിരുസന്നിധിയിൽ സകല ദൂതന്മാരുടെ മുമ്പിൽ നിൽക്കേണ്ടവരുമാണ്. നാം കണക്ക് ബോധിപ്പിക്കുവാൻ ബാധ്യസ്ഥ ഉള്ളവരാണ് എന്ന് ഇന്നത്തെ സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നാം എന്തിനാണ് കണക്ക് ബോധിപ്പിക്കേണ്ടത്? ഈ പുണ്യഭൂമിയിൽ നാം എപ്രകാരം ജീവിക്കുന്നു എന്നതിന് തന്നെയാണ്. സ്വർഗം വീണ്ടെടുക്കുവാനുള്ള കൃപ സ്വീകരിക്കുവാനാണ് ഈ കാലഘട്ടം നമുക്ക് നൽകപ്പെട്ടിരിക്കുക. അതിൽ നാം വിവേകപൂർവ്വം ജീവിക്കുന്നില്ലെങ്കിൽ, കർത്താവിൻ്റെ കൃപയുടെ ശേഖരണത്തിൽ നാം എണ്ണപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ വലിച്ചെറിയപ്പെടുക തന്നെ ചെയ്യും. സ്വർഗരാജ്യത്തെ മനോഹരമായ ഉപമകളിലൂടെ ക്രിസ്തു ഓർപ്പെടുത്തുമ്പോഴെല്ലാം ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുക. മത്സ്യവുമായി ബന്ധപ്പെട്ട ഈ ഉപമ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകും. അവർ അനുദിനം കാണുന്നതും പ്രവർത്തിക്കുന്നതുമായ ഒരു കാര്യമാണിത്. നിറയെ മത്സ്യങ്ങൾ വലിച്ചു കയറ്റി കരയ്ക്കെടുക്കുമ്പോൾ അവർ കുറേയേറെ സമയമെടുത്ത് അതിൽ നല്ല മത്സ്യങ്ങളെയും ചീത്ത മത്സ്യങ്ങളെയും വേർതിരിക്കാറുണ്ട്. നല്ല മത്സ്യങ്ങളെ മാത്രം അവർ ശേഖരിക്കുകയും മറ്റേത് വലിച്ചെറിയുകയും ചെയ്യുന്നു. സത്യത്തിൽ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരാൻ നമ്മൾ നല്ല മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടേണ്ടതുണ്ട്. അതിനുള്ള യോഗ്യപൂർണമായ ഒരു ജീവിതമാണ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുക. നമ്മൾ തിരസ്കരിക്കപ്പെടുമ്പോൾ അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കുമെന്ന് യേശു ഓർപ്പെടുത്തുന്നു. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമാണ് ക്രിസ്തു ഈ ഉപമയിലൂടെ സംസാരിക്കുന്നത്. നാം ശേഖരിക്കപ്പെടേണ്ടവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാൻ കുറച്ചുകൂടി വിവേകപൂർവ്വം ഈ ലോക ജീവിതം നയിക്കുവാൻ ക്രിസ്തു നമ്മോട് ഈ ഉപമ വഴി ആവശ്യപ്പെടുന്നു. നമ്മൾ വിവേകബുദ്ധിയുള്ളവരാകണം. നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയിൽ കൂടുതൽ ആഴമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ദൈവ തിരുമനസ്സിനൊത്ത് ജീവിച്ച് മുന്നേറുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.